ഹലോ മൈ ഡിയർ ലവ്സ്, എല്ലാവർക്കും 333 എംപ്രസ് ഓഫ് ടാറോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇനി വരുന്ന 24 മണിക്കൂർ 24 അവേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ കാണുന്നോ ആ ഒരു സമയം ഇത് റെസനേറ്റ് ആകുന്നതാണ്. അതുപോലെ ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ ഇതൊരു ജനറലിസ്റ്റ് റീഡിംഗ് ആണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർക്കും കാണാവുന്ന റീഡിംഗ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് 24 അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ജസ്റ്റിസ് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ചെയ്തതായിട്ടുള്ള ഒരു നല്ല പ്രവൃത്തിക്ക് ആ ഒരു അനുഗ്രഹം, ആ ഒരു പ്രവൃത്തിക്കുള്ള ആ ഒരു അനുഗ്രഹം നെക്സ്റ്റ് 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ നിരാശപ്പെട്ടു ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്ലീപ്പിംഗ് സൈക്കിളിനെ പോലും അത് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ്, അതായത് ഒരു നീതി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിനാകാം നീതി ലഭിക്കുന്നത്. അതല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക്, നല്ലൊരു പ്രവൃത്തിക്ക് അതിനുള്ള ഒരു അനുഗ്രഹം യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു നീതി ലഭിക്കാൻ പോവുകയാണ്. അതൊരു ലവ് റിലേഷൻഷിപ്പ് ആകാം, അതല്ലെങ്കിൽ നിങ്ങളൊരു ജോലി, മറ്റു കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നീതിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വളരെ അവെയറായിരിക്കുക. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഇരിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഈ ഒരു റീഡിംഗ് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളിലേക്ക് ലഭിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു അതിനെക്കുറിച്ച് റെക്കഗ്നൈസ് ചെയ്യുക, അതിനുവേണ്ടി അവെയറായിരിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ബോധത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. അതായത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അവെയർനെസ്സോട് കൂടി ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാസ്റ്റിനെ ഓർത്ത് ഇപ്പോൾ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ ഇവിടെ 7 ചക്രാസ് നിങ്ങളുടെ അലൈൻഡായി വരുന്നതായി കാണുന്നുണ്ട് നെക്സ്റ്റ് 24 അവേഴ്സിനുള്ളിൽ. അതല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ കാര്യങ്ങളിൽ, പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള 7 ചക്ര മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അലൈൻമെൻറ്റ്, ചക്ര അലൈൻമെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഇതിലൂടെ നിങ്ങളുടെ എനർജിയെ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളുടെ മണിപ്പൂര ചക്ര നെക്സ്റ്റ് 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ മണിപ്പൂര ചക്രയ്ക്കുള്ളിൽ നല്ലൊരു ആക്ടിവേഷൻ നടക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഈ മണിപ്പൂര ചക്ര ആക്ടിവേറ്റ് ആകുന്നതിലൂടെ നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കാണുന്നത്. നിങ്ങൾ മണി റിസീവ് ചെയ്യുന്നതായി കാണുന്നു. നെക്സ്റ്റ് 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന മണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പണം തരാനുണ്ടായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലോൺ, അല്ലെങ്കിൽ ആരോടെങ്കിലും പണം ചോദിച്ചിരുന്നു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ്, അങ്ങനെ എന്തെങ്കിലും പണം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു സോഴ്സ് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 7 ചക്ര മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും 7 ചക്ര മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു ഗൈഡൻസ് കൂടി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മണിപ്പൂർ ചക്ര സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡൻസ് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു മണിയുടെ എനർജി കാണിക്കുന്നത്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എത്രയാണോ അത്രയും, അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങളിലേക്ക് മറ്റു പല സോഴ്സുകളിലൂടെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ മണി എനർജി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മണി എനർജിയുടെ ഒരു ഫ്ലോ നിങ്ങളിലേക്ക് നന്നായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ പ്ലാനിങ്ങിലൂടെയും, അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വരുന്ന നെക്സ്റ്റ് 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾ അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫസ്റ്റ് ആക്ഷൻ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മൈൻഡിലായിരുന്നു അത് പ്ലാനിങ് എല്ലാം ആക്കി വെച്ചിരുന്നത്, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു പക്ഷേ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എക്സാംസൊക്കെ, റിട്ടേൺ എക്സാംസൊക്കെ പോയി റിട്ടേൺ എക്സാംസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പ് ആലോചിച്ച് മനസ്സിൽ തീരുമാനമെടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ പോകുന്ന സിറ്റുവേഷനിൽ ആണെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം കൊണ്ടുവരണം എന്നുള്ള എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നെക്സ്റ്റ് 24 അവേഴ്സിൽ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട്
ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ആരെയോ മിസ്സ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ ഒരു എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയെ ആകാം എന്നാണ് ഇവിടെ അറിയാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പെറ്റിനെ നിങ്ങൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുന്നതും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരണം, നിങ്ങളത് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എടുക്കണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അതിനെ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ അതുമായിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അതുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും നിങ്ങൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതായിട്ടും അതിൽ സന്തോഷിക്കുന്നതായിട്ടുമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറെ കാലത്തിന് ശേഷം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ പ്രിയപ്പെട്ടതായിരുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളധികം ഒരുപാട് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ഇപ്പോഴും മനസ്സിൽ ആ സ്നേഹം അല്ലെങ്കിൽ അതുപോലെ ആ ഒരു കാര്യം സ്നേഹത്തോടെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓർത്ത് പാമ്പർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അങ്ങനെ ഒരാളെയോ ഒരു വ്യക്തിയെയോ അതല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കാണുന്നതായിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടോ ഒക്കെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടാൻ പോവുകയാണ്. ഇനി നെക്സ്റ്റ് 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ അവിടെ ആയിരിക്കാം നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്. ഇന്ന് വരെ അത് പ്ലാനിങ്ങിൽ ഇരുന്നതാണെങ്കിൽ ഇനി നിങ്ങളത് ധൈര്യമായിട്ട് ആക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇതുവരെ ഡൗട്ടിലായിരുന്ന കാര്യമാണ്, സെൽഫ് ഡൗട്ടിൽ അല്ലെങ്കിൽ അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ ഒക്കാതിരുന്ന ഒരു കാര്യം നിങ്ങൾ ധൈര്യമായിട്ട് പാഷനേറ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നു. അപ്പോൾ ആ ഒരു ആക്ഷനിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അങ്ങനെയും നിങ്ങളിലേക്ക് ധാരാളം ഒരു മണി എനർജി ഫ്ലോ അല്ലെങ്കിൽ അബണ്ടൻസിൻ്റെ ഫ്ലോ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പാഷൻ ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങളുടെ ആ പാഷൻ നിങ്ങളിലുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു സമയമാണ് എന്നിവിടെ കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളെ അന്വേഷിച്ച് ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഈ വരുന്ന 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആ ഒരു ന്യൂസ് അതൊരു സന്തോഷ വാർത്തയാണ്, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങളിവിടെ എല്ലാം ഉപേക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയുമല്ല, അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് ബാലൻസ് ചെയ്ത് വരണം എന്നുള്ള ഒരു കറേജോട് കൂടി ധൈര്യത്തോടു കൂടി ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു മൈൻഡാണ്, അങ്ങനെയാണ് നിങ്ങളിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്നതായിട്ടല്ല ഇവിടെ കാണുന്നത്. നിങ്ങൾ ബിസി ആണെങ്കിൽ കൂടി നിങ്ങളിപ്പോൾ ബിസി ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ബിസി ആയിരിക്കാം, എങ്കിലും ആ ബിസി ആണെങ്കിൽ കൂടി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു ന്യൂസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്, അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലായിരിക്കാം നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പാനിയൻ ആകാനും ഇവിടെ സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി നിങ്ങളൊരു കമ്പാനിയനെ ആണ് നിങ്ങളിലേക്ക് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കാര്യങ്ങളെയൊക്കെ നന്നായി നോക്കിക്കാണാനും പഠിക്കാനും അതനുസരിച്ച് ആക്ഷൻ എടുക്കാനും കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വരുന്ന 24 ഹവേഴ്സിൽ നിങ്ങൾക്കുള്ളത്. എന്തുതന്നെ ആയാലും ഈ ഒരു നെക്സ്റ്റ് 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ തന്നെ ഒരു സ്ട്രോങ് വേർഷനിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അവിടെ നിങ്ങൾ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അതിനുള്ള ആക്ഷൻ എടുക്കുന്നു. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് മണി അബൻഡൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ജസ്റ്റിസ്, ഒരു ബാലൻസ് കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ വളരെ ആവേശപൂർവ്വം അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു 24 ഹവേഴ്സിൽ നിങ്ങളിലേക്ക് നല്ല ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ടാപ്പ് ചെയ്യൂ, അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ, പോസിറ്റീവായിട്ടിരിക്കൂ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.